എമ്പുരാൻ തുടരും. റിലീസ് ചെയ്ത ചോട്ടാ മുംബൈ ഇപ്പോൾ ഹൃദയപൂർവ്വം. മോഹൻലാൽ എന്ന മനുഷ്യൻ തീർക്കുന്ന മാജിക്കുകൾ ചെറുതൊന്നുമല്ല. മലയാളം ബോക്സ് ഓഫീസിലേക്ക് 500 കോടിയിലധികം, ഏകദേശം 550 കോടി എന്നൊക്കെ കൃത്യമായ കണക്കുകൾ പറയാം, 2025 മാത്രം സംഭാവന ചെയ്ത നടൻ ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന സിനിമയുമായി എത്തുമ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേറെ എന്താണ് വേണ്ടത്? സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ റിലീസാകുന്ന 20ാമത്തെ ചിത്രം. ഈ കൂട്ടുകെട്ട് എന്നെങ്കിലും മലയാളികളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? ഹൃദയപൂർവ്വം അത് തന്നെയാണ് ഉത്തരം. ഹൃദയം നിറഞ്ഞുകൊണ്ട്, മനസ്സ് നിറച്ചുകൊണ്ട് തിയേറ്ററുകളിൽ നിന്നും ഇറങ്ങി വരാൻ സാധിക്കുന്ന ഒരു അതിമനോഹര ചിത്രമാണ് ഹൃദയപൂർവ്വം. ഒരു വലിയ മാസ് ആക്ഷൻ സിനിമയോ ഒന്നുമല്ല, വളരെ ലളിതമായൊരു കഥ അതീവ ലളിതമായി പ്രസൻറ്റ് ചെയ്ത് കുറച്ച് ഹ്യൂമർ ആഡ് ചെയ്ത് പ്രേക്ഷകനെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് സത്യനന്ദിക്കാട്. 2 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. പക്ഷെ ഞാൻ പറയുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഈ സിനിമ ലാഗ് അനുഭവിക്കുന്നില്ല. എല്ലാ സീനുകളിലും ഹ്യൂമർ ഇങ്ങനെ ചേർത്ത് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമോഷണൽ ആകുന്ന കുറച്ച് രംഗങ്ങളും ഉണ്ട് കേട്ടോ. തുടക്കം തൊട്ട് സിനിമ ഹ്യൂമർ പാറ്റേൺ ആണെന്ന് വിളിച്ചോതുന്ന സിദ്ദിഖിക്കയുടെ പെർഫോമൻസ്, അതിനുശേഷം ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഇൻട്രോ സത്യനന്ദിക്കാട് തൻ്റെ പ്രിയ സുഹൃത്തും കൂട്ടുകാരനുമായ ലാലേട്ടന് വേണ്ടിയിട്ട് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ സത്യനന്ദിക്കാടിൻ്റെ പേര് എഴുതി കാണിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഫ്രെയിമിൽ ആണ് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞുപോയി അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. അത് വളരെ ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന, ഹൃദയം നിറയ്ക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണത്. അങ്ങനെ സത്യനന്ദിക്കാട് പേര് കാണിച്ച ഉടനെ മോഹൻലാലിനെ സ്ക്രീനിൽ കാണിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൻ്റെ നട്ടലെന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അത് സംഗീത് പ്രതാപ് മോഹൻലാൽ കൂട്ടുകെട്ട് ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഗംഭീരമായിരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ 100% ഈ കൂട്ടുകെട്ട് നിങ്ങളെ ചിരിപ്പിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് ഗംഭീരമായി മാറിയിട്ടുണ്ട്. സംഗീത് പ്രതാപ് കിട്ടിയ വേഷം അടിപൊളിയായിട്ടുണ്ട്. മാളവിക മോഹൻ, ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഇതിന് മുൻപേ തന്നെ ഉണ്ടായിരുന്ന പല സോഷ്യൽ മീഡിയ കമൻസ് മാളവിക മിസ്കാസ്റ്റ് ആകുമോ എന്നായിരുന്നു. ബട്ട് മാളവിക വാസ് പെർഫെക്റ്റ്. മാളവിക പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു. അതിഗംഭീരമായി മാളവിക അത് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിന് മലയാളം അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. അതിൽ സ്ക്രിപ്റ്റ് റൈറ്ററും വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഗീതയും കൃത്യമായ വേഷത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലാലു അലക്സിൻ്റെ പെർഫോമൻസും അതിഗംഭീരമായി മാറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു പെർഫോമൻസ് കൊണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ ലളിതമായ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് ഹൃദയ കൈമാറ്റത്തിലൂടെ ഒരു പുതിയ കുടുംബം കിട്ടുകയാണ്. ആ കുടുംബത്തെ സന്ദീപ് കാണേണ്ടി വരുന്നത് കണ്ണിലൂടെ മാത്രമല്ല, ഹൃദയത്തിലൂടെയാണ്. ആ ഹൃദയം ഹൃദയപൂർവ്വം പ്രേക്ഷകരും കൂടി സ്വീകരിക്കുമ്പോഴേക്കും ഹൃദയപൂർവ്വം എന്ന ചിത്രം പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരുക്കപ്പെടുകയാണ്. 2-3 സർപ്രൈസ് ക്യാമിയോസ് ഉണ്ട്. പക്ഷേ അതെല്ലാം ആരൊക്കെയാണെന്നുള്ളത് സെൻസസ് സർട്ടിഫിക്കറ്റ് പുറത്തു വന്നതിന് ശേഷം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ സസ്പെൻസ് പൊളിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമ്മളായിട്ട് പുറത്തുവിട്ടൊരു വാർത്തയും കൂടിയായിരുന്നു അത്. അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. ബേസിൽ ജോസഫ് ഈ സിനിമയിലുണ്ട്. ബേസിൽ ഒരു രംഗത്തിലാണുള്ളത്. ഇത് നേരത്തെ തന്നെ പുറത്തു വന്നതായതുകൊണ്ട് മാത്രം ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. ബേസിലും മോഹൻലാലും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻ വർക്കായിട്ടുണ്ട്. പക്ഷേ അങ്ങ് പൊട്ടിച്ചിരിക്കാൻ വരുന്ന രംഗമാണെന്ന് വെച്ചാൽ അല്ല, ചെറിയൊരു സ്മൈൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു രംഗം തന്നെയായിരിക്കും അത്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഫ്രീ ഫ്ലോയിങ് ഒഴുക്കുണ്ട്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ സിദ്ദിഖിൻ്റെ ഹ്യൂമർ പോർഷൻസ് ഉണ്ട്. സിദ്ദിഖ് സ്ക്രീനിൽ വരുന്ന എല്ലാ പോർഷൻസിലും ഹ്യൂമർ ഉണ്ട്. സിദ്ദിഖ് ജനാർദ്ദനൻ കോമ്പിനേഷൻ തുടക്കത്തിലുണ്ടായിരുന്നു. അതും വളരെ രസകരമായിട്ട് തന്നെ സ്ക്രീനിൽ അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ സത്യനന്ദിക്കാട് ഫീസ്റ്റ് വിത്ത് അപ്ഡേറ്റഡ് സത്യനന്ദിക്കാട് വേർഷൻ എന്ന് വേണം ഞാൻ പറയാൻ. കാരണം സത്യനന്ദിക്കാട് പണ്ട് കാണുന്ന ഗ്രാമീണ പശ്ചാത്തലത്തിലൊന്നും അല്ലാതെ ഇത് വളരെ ആയിട്ടൊരു സിറ്റിയിൽ, ഒരു അർബൻ ഏരിയയിലാണ് ഈ കഥ പശ്ചാത്തലം ഉണ്ടാകുന്നത്. അതിൽ കൃത്യമായ അപ്ഡേഷനോട് കൂടി തന്നെ ഉണ്ട്. അതായത് 2025 AI ഫീച്ചേഴ്സ് അല്ലാതെ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുന്ന, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെ എല്ലാ തരത്തിലുള്ള വാക്കുകൾ ഉൾപ്പെടെ ഈ സിനിമയിൽ ചേർത്തുകൊണ്ടാണ് സത്യനന്ദിക്കാട് ഈ സിനിമ ഡെലിവർ ചെയ്തിരിക്കുന്നത്. തൻ്റെ 2 മക്കളും ഇടവും വലവും നിന്നുകൊണ്ട് സത്യനന്ദിക്കാടിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം തന്നെ സ്ക്രീനിൽ വളരെ രസകരമായിട്ട് കാണാനുണ്ടായിരുന്നു. വളരെ ഗംഭീരമായ ഒരു തിരക്കഥ ഈ സിനിമയ്ക്കുണ്ട്. കാരണം ഒന്ന് പാളിപ്പോകാം കേട്ടോ ഈ തിരക്കഥ. കാരണം വളരെ ചെറിയൊരു സ്റ്റോറിയാണ് ഈ സിനിമയ്ക്ക് പറയാനുള്ളത്. അങ്ങനെ വലിയ ബാഹുബലി സെറ്റപ്പുള്ള കഥയൊന്നുമല്ല, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടൊരു കഥയുള്ള സിനിമയാണ്. അതിനെ തിരക്കഥയായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും ഹ്യൂമർ കൊണ്ട് പിടിച്ച് നിർത്തുക എന്നുള്ളത് ആരെക്കാൾ നന്നായിട്ടും ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മാസ്റ്റർ ആയ സത്യനന്ദിക്കാടിന് അറിയാം. അതുകൊണ്ട് തന്നെ ഹ്യൂമർ എല്ലാ സീനിലും ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് അധിക ഗംഭീരമായിട്ട് തന്നെ പ്രേക്ഷകർക്ക് കിട്ടുന്നുണ്ട്. ഇൻ്റർവെൽ പോർഷൻ, എൻ്റെ മോനെ, ഇൻ്റർവെൽ 5 സാധനമുണ്ട്. ഇൻ്റർവെൽ ബ്ലോക്ക്
ഞെരുപ്പൈറ്റമായിരുന്നു. ഇൻ്റർവൽ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് 80+ ഓഡിയോയിലാണ് ഞാൻ കണ്ടത്. ഏകദേശം ഒരു 500 മുകളിൽ കപ്പാസിറ്റി ഉള്ളൊരു തിയേറ്ററാണത്. 500 കുറവാണ്, എന്നാലും 500 മുകളിൽ ഓഡിയോ വണ്ണിന് കപ്പാസിറ്റി ഉണ്ട്. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു ആളുകൾ. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു പഞ്ച് പോർഷനിൽ ഏകദേശം ഭൂരിപക്ഷം വരുന്ന ആളുകൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന രംഗം ഞാൻ കുറേ നാളായി കണ്ടിട്ട്. സാധാരണ മാസ് സീൻസ് രോമാഞ്ചം എന്നൊക്കെ കൈയടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ടി വരുന്ന ചില രംഗങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹൃദയപൂർവ്വം വളരെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു സിനിമയായിട്ട് മാറും. കുടുംബ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ ബാക്കിയുള്ള സിനിമകൾ ഇപ്പം നാളെയാണ് ഫഹദ് ഫാസിൽ ചിത്രം ഇറങ്ങുന്നത്, ഹൃദുഹരുണ്ട ചിത്രം നാളെയാണ് ഇറങ്ങുന്നത്, ലോക ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ കുടുംബ പ്രേക്ഷകർ ഹൃദയപൂർവ്വത്തിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ന്യൂസ് 18 റെസ്പോൺസ് എടുക്കാൻ പോയപ്പോഴും തന്നതാണ്. അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് വലിയ മികച്ച റിവ്യൂ തന്നെയാണ് വരുന്നത്. പ്രേക്ഷകർ ഇരുകൈ നീട്ടി സിനിമ സ്വീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾക്കൊരു മികച്ച അനുഭവമായി സിനിമ മാറും. താങ്ക് യു സോ മച്ച്.